ആദ്യ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ലൈംഗിക ശേഷി പരിശോധന പൂർത്തിയായിരിക്കുന്നു. പേരൂർക്കട ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു പരിശോധന നടന്നത്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന് പരാതിക്കാരിക്ക് താൻ വാക്ക് നൽകിയിരുന്നില്ല എന്നാണ് രാഹുലിന്റെ മൊഴി. തന്റെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തിയാൽ മാത്രമേ സ്മാർട്ട് ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു നൽകൂ എന്നും രാഹുൽ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. രാഹുലിനെ ഇന്നും ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യലിനായി രാഹുൽ മാങ്കൂട്ടം ഹാജരായിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ അടക്കമാണ് പ്രേക്ഷകർ കാണുന്നത്. നിലവിൽ 3 പരാതികൾ ആണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ ആദ്യ അതിജീവിതയുടെ പരാതിയിന്മേൽ ആണ് വിശദമായ അന്വേഷണം ഉൾപ്പെടെ നടക്കുന്നത്. ഏറ്റവും ഗൗരവമുള്ള പരാതി എന്നതും ആദ്യ അതിജീവിതയുടെ പരാതി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, വലിയ തോതിൽ ദേഹോപദ്രവം ചെയ്തു, ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ കേസിന്റെ അന്വേഷണം ഒപ്പം തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇന്നിപ്പോൾ രാഹുൽ വീണ്ടും ഹാജരായിരിക്കുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ അന്വേഷണവുമായി സഹകരിച്ചു പോകുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള പരിശോധനകൾ, തെളിവെടുപ്പുകൾ ഒക്കെയാണ് നടക്കേണ്ടത്? ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം 2ാം ദിവസം രാവിലെ 10 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പേരൂർക്കടയിലെ പോലീസിന്റെ ക്ലബ്ബിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. ഇന്നലെ എത്തിയ വാഹനത്തിലല്ല ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് മറ്റൊരു വാഹനത്തിലാണ് ചോദ്യം ചെയ്യലിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പേരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ വെച്ച് വിശദമായ ചോദ്യം ചെയ്യലായിരിക്കും SITയുടെ നേതൃത്വത്തിൽ നടക്കുക. ഇന്നലെ 4 മണിക്കൂറിലേറെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ഇന്നലെ രാഹുലിൻ്റെ ശേഷി പരിശോധന അടക്കം പേരൂർക്കട ആശുപത്രിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതേസമയം വിശദമായ തെളിവെടുപ്പിനായി രാഹുലിനെ തൃക്കണ്ണാപുരത്തുള്ള ഈ പരാതിക്കാരിയുടെ ഫ്ളാറ്റിലേക്ക് എത്തിക്കാനുള്ള നീക്കം ഒരുപക്ഷെ ഉപേക്ഷിച്ചേക്കുമെന്നാണ് അറിയുന്നത്. കാരണം അവിടെ വെച്ച് പരാതിക്കാരിയെ നേരിട്ടെത്തിച്ച മഹസബ് തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് രാഹുലിനെ ഇനി അവിടേക്ക് എത്തിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇന്നലത്തെ ചോദ്യം ചെയ്യലിനിടെ രാഹുൽ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ, അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന കൃത്യമായ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. അതായത് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു ഈ ഫോൺ കോളുകൾ പരാതിക്കാരി റെക്കോർഡ് ചെയ്തത് എന്ന് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ലൈഫ് ലോങ് കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ്, ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് താൻ ഈ പരാതിക്കാരിക്ക് നൽകിയിട്ടില്ല. താനും യുവതിയും തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധം മാത്രമായിരുന്നു നിലനിന്നിരുന്നത് എന്നും രാഹുൽ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തൻ്റെ ഫോൺ പരിശോധിക്കാനായി പാസ്വേഡ് അന്വേഷണ സംഘത്തിന് രാഹുൽ കൈമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 3ാമത്തെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ അന്ന് രാഹുലിൻ്റെ സ്മാർട്ട് ഫോണുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ പാസ്വേഡ് പറഞ്ഞു നൽകാൻ രാഹുൽ തയ്യാറായില്ല. തനിക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അതുകൊണ്ട് പാസ്വേഡ് നൽകാനാവില്ല എന്ന നിലപാടിലായിരുന്നു രാഹുൽ. ആ നിലപാടിൽ രാഹുൽ ഉറച്ചു നിൽക്കുകയാണ് SITക്ക് മുമ്പിൽ. അതായത് തൻ്റെ സാന്നിധ്യത്തിൽ ആ ഫോൺ പരിശോധിച്ചാൽ അപ്പോൾ മാത്രം ഫോണിൻ്റെ പാസ്വേഡ് നൽകാമെന്ന ഒരു നിലപാടാണ് രാഹുൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് ഈ ഫോണുകൾ പരിശോധനയ്ക്കായി കൈമാറിയേക്കും എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫോണിൽ നിന്ന് പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയും എന്ന നിഗമനത്തിലാണ് SIT ഉള്ളത്. അത്തരത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും തനിക്കെതിരെ നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന നിലപാട് SITക്ക് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തനിക്ക് അവർക്ക് മുമ്പിൽ ഹാജരാക്കാൻ പറ്റുന്ന ചില ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് മുമ്പിൽ രാഹുൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇന്നും നമുക്കറിയാമല്ലോ, ഈ കേസ് ഉണ്ടായതിനു ശേഷമുള്ള ഓരോ ഘട്ടവും ഒരുപക്ഷെ മലയാളികൾക്ക് കൃത്യമായ ഓർമ്മയുണ്ടാകും. ഇങ്ങനെ ഒരു പരാതി ലഭിക്കുന്നു, അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോകുന്നു, പിന്നീട് ജാമ്യം തേടുന്നു. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കൃത്യമായ നിയമവശങ്ങൾ പരിശോധിക്കുകയോ അല്ലെങ്കിൽ നിയമജ്ഞരുമായി സംസാരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോവുകയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പക്ഷേ ഫോൺ അടക്കം പരിശോധിക്കുമ്പോൾ അതിന്
തൻ്റെ സാന്നിധ്യത്തിൽ വേണമെന്ന് പറയുന്നു. അതിൽ രാഹുൽ പറയുന്ന വശം നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം രാഹുലിന് അനുകൂലമാകുന്ന തെളിവുകൾ നശിപ്പിക്കപ്പെട്ടാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളായി മാറാൻ സാധ്യതയുള്ളത് ശാസ്ത്രീയമായ തെളിവുകളാണ്. അവിടെയാണ് ഈ ആശയവിനിമയം, അതിജീവിതയുമായുള്ള ആശയവിനിമയം പ്രധാനപ്പെട്ടതാകുന്നത്. ഇപ്പോൾ തന്നെ രാഹുലിന് ജാമ്യം ലഭിച്ചതുപോലും ആ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചത് കൊണ്ടാണ്. അപ്പോൾ രാഹുലിൻ്റെ ഇത്തരം വാദങ്ങൾക്ക് മുന്നിൽ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിനും ആ നിലയിൽ തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായ ഒരു പശ്ചാത്തലം സൃഷ്ടിക്കപ്പെടുന്നു. അതാണോ മനസ്സിലാകേണ്ടത്? അതായത് ഈ കേസിൽ ബലാത്സംഗം നിലനിൽക്കാനുള്ള സാധ്യതയില്ല എന്ന വിവരങ്ങളാണ് നമുക്ക് SITയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം അത്തരത്തിൽ അവർക്കിടയിൽ ഒരു ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില ഡിജിറ്റൽ തെളിവുകൾ രാഹുലും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒന്നാമത്തെ പരാതിയിൽ ഗൗരവം വർദ്ധിക്കുന്നത് അതിൽ ഗർഭചിത്രത്തിന് തന്നെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി എന്ന പരാതിക്കാരിയുടെ ആക്ഷേപമാണ്. അത് വ്യക്തമാക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങളടക്കം അന്വേഷണ സംഘത്തിന് പരാതിക്കാരി കൈമാറിയിട്ടുണ്ട്. അത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ ശബ്ദമാണ്, ഒപ്പം സംസാരിക്കുന്ന ഒരു യുവതിയാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അതൊരു പ്രധാനപ്പെട്ട തെളിവായി കോടതിക്ക് മുമ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടകം അത് അഡീഷണൽ സത്യവാങ്മൂലത്തിൻ്റെ കൂടി ഇതുകൂടി ആ ശബ്ദരേഖ കൂടി ഈ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ആ ശബ്ദരേഖയിൽ ആണ് കൃത്യമായി വലിയൊരു ഭീഷണി താൻ നേരിട്ടിരുന്നുവെന്ന പരാതി പറയുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ശബ്ദരേഖ അന്വേഷണ സംഘത്തിന് മുമ്പിൽ യുവതി കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിൻ്റെ ശാസ്ത്രീയമായ പരിശോധന കൂടെ പൂർത്തിയാക്കിയിട്ട് മാത്രമേ അതിൻ്റെ നിജസ്ഥിതി അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുകയുള്ളൂ. അതിനുശേഷം മാത്രമേ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട ഉപോത്ബലകമായ തെളിവുകൾ സമർപ്പിക്കുകയുള്ളൂ. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് രാഹുലിനോട് അന്വേഷണ സംഘം ഇന്നലെ വിശദമായി ചോദിച്ചറിയാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ രാഹുൽ നൽകിയ മറുപടി അത് തന്നെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് കെണിയിൽപ്പെടുത്താനുള്ള, ട്രാപ്പായി തന്നെ പെടുത്താനുള്ള ഒരു നീക്കമായിരുന്നു അങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്തതിലൂടെ നടത്തിയത്. പലപ്പോഴും ഇങ്ങനെ താൻ സംസാരിച്ച കാര്യങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വിശദമായി ഈ ചോദ്യങ്ങളോട് ചോദ്യാവലി തയ്യാറാക്കി നടത്തുന്ന ചോദ്യം ചെയ്യലിൽ വിശദമായി എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായൊരു മറുപടി വ്യക്തമായ രീതിയിൽ രാഹുൽ നൽകുന്നില്ല എന്നൊരു ആക്ഷേപമാണ് SITക്കുള്ളത്. ആ കാര്യം അവർ കോടതിയെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം നാളെ ഒരു ദിവസം കൂടി ഈ ചോദ്യം ചെയ്യൽ ബാക്കിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വിവരങ്ങൾ രാഹുലിൽ നിന്ന് ശേഖരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്മാർട്ട് ഫോണിൻ്റെ പാസ്വേഡ് ലഭിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനുവേണ്ടി ഇന്നലെ നടത്തിയ ശ്രമവും അതിനോട് രാഹുൽ അനുകൂലമായൊരു സമീപനമല്ല സ്വീകരിച്ചത്. തൻ്റെ സാന്നിധ്യത്തിൽ ഫോൺ പരിശോധിക്കുന്നതിന് തടസ്സമില്ല. അതിനപ്പുറത്തേക്ക് മറ്റൊരു സ്ഥലത്ത് വെച്ച് താൻ പാസ്വേഡ് പറഞ്ഞു നൽകി അങ്ങനെ പരിശോധന നടത്തിയാൽ തനിക്ക് അനുകൂലമായ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊരു സാങ്കേതികത്വം SITക്ക് മുമ്പിലേക്ക് രാഹുൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായി ഏത് തരത്തിലായിരിക്കണം തുടർ നീക്കങ്ങൾ എന്നത് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും ഒരു FSL പരിശോധനയ്ക്ക് വേണ്ടി ഫോൺ അയക്കും എന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെ പരമാവധി വിവരങ്ങൾ ആ ഫോണിൽ നിന്ന് ശേഖരിക്കാനുള്ള നീക്കമാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. യെസ്, എന്തായാലും കർശന ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം നൽകുകയും ചെയ്തിട്ടുള്ളത്. അന്വേഷണവുമായി സഹകരിക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം, അതോടൊപ്പം തന്നെ പാസ്പോർട്ട്